ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നയം വ്യക്തമാക്കി മോഹൻലാൽ. വിവാദങ്ങളിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ല. അമ്മയിലെ രാജി നിയമോപദേശം തേടിയ ശേഷം കൂട്ടായെടുത്ത തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്നും മലയാള സിനിമയെ തകർക്കാൻ അനുവദിക്കില്ലെന്നും മോഹൻലാൽ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. മോഹൻലാൽ എവിടെയായിരുന്നു? ഒളിച്ചോടിപ്പോയെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഏറ്റവും സ്വാഗതാർഹമാണ്. എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റായിട്ടുള്ള നിയമം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മളൊരാൾ വിചാരിച്ചാൽ ആ നിയമത്തിനെ മാറ്റാനൊന്നും പറ്റില്ല. ഒരാൾക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു. മറ്റു സിനിമാ വ്യവസായ മേഖലകൾക്കൊപ്പം കിടപിടിച്ചു നിൽക്കുന്നതാണ് മലയാള സിനിമയും. അതിനെ തകർക്കാനുള്ള ഒരു നീക്കത്തോടൊപ്പം നിൽക്കാൻ സാധിക്കില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കി. പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല, കഴിഞ്ഞ 47 വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത്. സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇപ്പോൾ കാനിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഇത് വലിയ നാഷണൽ ന്യൂസായി ഇന്റർനാഷണൽ ന്യൂസായിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ. നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ. മലയാള സിനിമാ വ്യവസായ ലോകത്ത് പവർ ഗ്രൂപ്പുകളുണ്ടോ എന്ന് തനിക്കറിയില്ല. താൻ അതിന്റെ ഒന്നും ഭാഗമല്ല എന്നും പറഞ്ഞു. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അമ്മ സംഘടനയിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് ധാർമ്മികത ഉള്ളത് കൊണ്ടാണ്. പുതിയ സംഘടനാ സംവിധാനം ഉണ്ടാകണം. ഇതിനായി ജനറൽ ബോഡി വിളിച്ചു ചേർക്കും. ആർക്കും മത്സരിച്ച് ഭാരവാഹിത്വം ഏറ്റെടുക്കാം. സിനിമാ മേഖലയെ തകർക്കാനുള്ള ഒരു സംവിധാനങ്ങളോടും കൂട്ടുനിൽക്കില്ല. സഹപ്രവർത്തകർക്കുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന് പോരാടും. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാമെന്നും മോഹൻലാൽ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.